ഒരിക്കൽ ത്രിമൂർത്തികളിൽ ആരാണ് കേമൻ എന്നറിയുന്നതിനായി ഭൃഗു മഹർഷി പുറപ്പെട്ടു. ബ്രഹ്മലോകത്തെത്തിയ മുനിയെ ബ്രഹ്മാവ് വേണ്ടത്ര പരിഗണിച്ചില്ല. കുപിതനായ മഹർഷി അവിടെ നിന്നും കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ഭൃഗുവിനെ കണ്ട ഉടൻ ശിവൻ ആലിംഗനം ചെയ്യാനായി അടുത്തേക്ക് വന്നു. എന്നാൽ മഹർഷി മാറി നിന്നു. മഹർഷിയുടെ ധാർഷ്ട്യം കണ്ട് കുപിതനായ ശിവൻ തന്റെ ത്രിശൂലമെടുത്ത് പ്രയോഗിക്കാനാഞ്ഞു. പക്ഷേ പാർവതി ഉടനെ അദ്ദേഹത്തെ തടഞ്ഞു. ഭൃഗു ആകട്ടെ അവിടെ നിന്നും വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു. യോഗനിദ്രയിലായിരുന്ന മഹാവിഷ്ണു ഭൃഗു മഹർഷി വന്നത് അറിഞ്ഞില്ല. ലോകസ്ഥിതി പരിപാലിക്കാൻ സദാ ജാഗരൂകനായിരിക്കേണ്ട വിഷ്ണു ഭഗവാൻ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട ഭൃഗു മഹർഷി അദ്ദേഹത്തിന്റെ മാറിൽ ആഞ്ഞു ചവിട്ടി. ഞെട്ടിയുണർന്ന വിഷ്ണു തന്നെ കാണാൻ വന്ന മഹർഷിക്ക് കാത്തു നിൽക്കേണ്ടി വന്നതിന് ക്ഷമ ചോദിക്കുകയും ചവിട്ടിയപ്പോൾ പാദത്തിനു വല്ലതും സംഭവിച്ചോ എന്ന് ആരായുകയും ചെയ്തു. ഭഗവാന്റെ അസാധാരണമായ സഹിഷ്ണുതയിൽ അത്ഭുതം തോന്നിയ മഹർഷി താൻ ചെയ്ത മഹാ അപരാധത്തിന് മാപ്പിരക്കുകയും ചെയ്തു. പാദം വക്ഷസിൽ പതിഞ്ഞപ്പോഴുണ്ടായ ആ അടയാളമാണ് ശ്രീവത്സം.